എന്റെ വീട്ടിൽ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് പറഞ്ഞു കണ്ടറിയാം. രാവിലെ നേരത്തെ എണീറ്റിട്ട് ഒന്ന് ചെറിയ പരിപാടിയൊക്കെ വന്നു. അങ്ങനെ ഇപ്പൊ എണീറ്റ് ഒരു 6:30 നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇനി അടുത്ത പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം. പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പം തുണിയൊക്കെ കഴുകണം, കൊണ്ട് വിരിച്ചിടണം, കൊണ്ട് പറഞ്ഞ അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അടുത്ത കാണാം. പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാം. ഇവിടെ ഒരുത്തൻ കിടപ്പുണ്ട്. സ്നേഹം കുറച്ച് കൂടുതലാണ്. വേറൊരുത്തുള്ള എവിടെയാണെന്ന് അറിയത്തില്ല. താഴെ എവിടെയെങ്കിലും കാണാം. എന്തായാലും നമുക്ക് ഫുഡ് കൊടുക്കാം. ഫുഡ് കൊടുത്തിട്ട് നമുക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. ഒരുത്തരം കുളിപ്പിക്കാനുണ്ട്. അപ്പം അതൊക്കെ വഴിയെ കാണാം. ഞാൻ തുണി കഴുകാൻ പോയ ഗ്യാപ്പിൽ രണ്ടെണ്ണം കൂടെ ഇവിടെ കിടന്ന് ഓരോ പരിപാടി കാണിച്ചു കൂട്ടുകയാണ്. എന്തൊക്കെയാണെന്ന് അവർക്ക് എന്നെ അറിയാം. തുണിയൊക്കെ കൊണ്ട് ടെറസിലോട്ട് പോയാണ്. കണ്ടില്ലേ, നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇത്ര നാള് മഴയെന്നും പറഞ്ഞിട്ടായിരുന്നു. ഇന്നാണെങ്കിൽ വെയിൽ. എന്ത് പറയും, നമ്മുടെ ടെറസിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലൊക്കെ കിടിലായിട്ട് കാണാം. ഞാൻ നമ്മുടെ ഇതിനകത്ത് ചാനലിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് സൺസെറ്റ് അങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ. കാണാത്തവർക്ക് പോയി നോക്കാം. ഇവന് ഇവിടെ ഉള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ നമ്മൾ ബോബുവിനെ നേരത്തെ കണ്ടല്ലോ, ഇവനും ഉണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്ക് 2 മണിയായി. ഇനിയും കഴിച്ചില്ലെങ്കിൽ പണി പാടും. അപ്പോൾ കഴിക്കുമ്പോൾ ക്യാപ്പ് ഊരി വയ്ക്കണം. നമ്മുടെ ബോബു ഇവനെ ഒന്ന് കുളിപ്പിക്കാനുള്ള പ്ലാനിലാണ്. നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് കുളിപ്പിക്കാൻ നല്ലതാണ്. ഞാൻ നേരത്തെ അവനെ എടുത്ത് വെച്ച് കൊഞ്ചിച്ചതിൻ്റെ ദേഷ്യമുണ്ട്. അതിലാണ് ഇങ്ങനെ 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 കാണിക്കുന്നത്. അല്ലടാ ബോബു, കൊണ്ട് നോക്കടാ. അയ്യോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പോയി ഇങ്ങനെ കുളിപ്പിക്കണം. അതിന് മുമ്പ് ആദ്യം കൈ കഴുകണം. പൂച്ചേനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് വൃത്തിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ കൈ കഴുകാതെ ഫുഡ് കഴിക്കരുത്. അപ്പം കൈയൊക്കെ കഴുകി നേരെ ഇപ്പോൾ ഫുഡ് കഴിക്കാം. ഇതൊക്കെയാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കഴിക്കാം. ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം. അപ്പം നമ്മൾ റൂമിലെത്തി. ഈ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി. അപ്പം നമ്മുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉറങ്ങി ഒന്ന് എണീറ്റ്. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി ഉറക്കം എണീറ്റപ്പോൾ തന്നെ അമ്മ ജ്യൂസുമായിട്ട് എത്തിയിട്ടുണ്ട്. ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നത്തേ ഇല്ല. നല്ല കളറല്ലേ? ഇത്ര കളർ എവിടെ? 1 കിലോ 240. അതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഉച്ചയ്ക്ക് ഉണങ്ങാൻ കൊണ്ടിട്ട തുണി ഉണ്ടല്ലോ, അത് പോയി എടുത്തിട്ട് ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് മടക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലുലു മാൾ വരെ ഒന്ന് പോകണം. ഡെയിലി നമ്മുടെ പരിപാടി ഇത് തന്നെയാണ്. എപ്പോൾ വീഡിയോ ഇട്ടാൽ ലുലു മാൾ അല്ലെങ്കിൽ ഫുഡ് അടി, ലുലു മാൾ അല്ലെങ്കിൽ ഫുഡ് അടി, ഇതൊക്കെ തന്നെ. അപ്പം ലുലു മാൾ. അപ്പോൾ നേരെ ലുലു മാളിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ലുലു മാളിലോട്ട് എത്തിയിരിക്കുകയാണ്. എപ്പോഴത്തേയും പോലെ വലിയ പരിപാടികളൊന്നുമില്ല. വന്നു, പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം തീർന്നു. നമ്മളങ്ങ് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നത് വെമ്പാലോട്ടത്തുള്ള മലബാർ ബൈറ്റ്സിലോട്ടാണ്. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് 1 വർഷത്തിന് മുമ്പ്. ഇവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് ഒരു ബീഫ് റോളും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. എപ്പോൾ ഇതുവഴി വന്നാൽ ഇത് തന്നെ അവസ്ഥയാവും. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇവിടെ കിടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.